ബേപ്പൂർ ലോക ടൂറിസത്തിൽ ആരാണ് ബേപ്പൂർ സുൽത്താൻ? ഉത്തരമറിയുന്നവർ കമന്റ് ചെയ്യൂ. ബേപ്പൂരിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോ പൂർണ്ണമായി കാണൂ. സ്വാഗതം വ്യൂ പോയിന്റ് മലയാളം ചാനലിലേക്ക്. പ്രാചീന കാലത്ത് വായ്പുര, പരപ്പനാട്, ബൈതരി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ പുരാതന തുറമുഖ നഗരമാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ. വിദേശ രാജ്യങ്ങളിലേക്കും ലക്ഷദ്വീപിലേക്കും അടക്കമുള്ള ഇന്ത്യൻ തീരങ്ങളിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിനും മികച്ച മത്സ്യബന്ധനത്തിനും അതിലുമുപരി കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായും മാറിയിരിക്കുന്നു ഇപ്പോൾ ബേപ്പൂർ തുറമുഖം. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ച കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് എന്നതും ഉരുക്കൾ ഉണ്ടാക്കുന്നതിന് പ്രശസ്തമാണ് ഇവിടെ എന്നതുമെല്ലാം ബേപ്പൂരിനെ ഇന്ത്യയിലെ മറ്റു തുറമുഖങ്ങളിൽ നിന്നും വേർതിരിക്കുന്നു. അറബ്, ചൈനീസ്, യൂറോപ്യൻ വ്യാപാരികളുമായുള്ള ബന്ധത്തിന് പേരുകേട്ട കേരളത്തിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്ന ബേപ്പൂരിന്റെ തന്ത്രപരമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് വ്യാപാരത്തിനും വാണിജ്യത്തിനും വികസന പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ തുറമുഖം കൂടുതൽ വികസിപ്പിച്ചെടുത്തത് ടിപ്പു സുൽത്താനായിരുന്നു. അനന്തരം ബേപ്പൂരിന്റെ പേര് തന്നെ സുൽത്താൻ പട്ടണം എന്ന് പറഞ്ഞു പോന്നിരുന്നു. കേരളത്തിലെ 4ാമത്തെ നീളം കൂടിയ നദിയായ ചാലിയാർ കടലിലേക്ക് ചേരുന്ന അഴിമുഖ പ്രദേശം കൂടിയായ ബേപ്പൂരിനെ മൈസൂരുമായും അറബിക്കടൽ വഴി ലോകരാജ്യങ്ങളുമായും ബന്ധിപ്പിച്ചതിൽ ചാലിയാർ സഞ്ചാരപാതയായി നിലകൊണ്ടു. കപ്പലുകളും തുണിത്തരങ്ങളും കരകൗശല വസ്തുക്കളും സുഗന്ധവ്യഞ്ജനങ്ങളും കയറ്റുമതി ചെയ്യുന്നതിൽ മെസോപ്പൊട്ടേമിയയുമായും ചൈനയുമായും റോമുമായും സിറിയയുമായും തുടങ്ങി വിവിധ രാജ്യങ്ങളുമായി നേരിട്ടുള്ള വ്യാപാര ബന്ധമുണ്ടായിരുന്നു ബേപ്പൂരിനെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈടും കരകൗശല വൈദഗ്ധ്യവും സൗന്ദര്യവുമുള്ള പരമ്പരാഗത ബോട്ട് നിർമ്മാണ വ്യവസായത്തിന്, പ്രത്യേകിച്ച് ഐക്കണിക് ഉരുബോട്ടുകളുടെ നിർമ്മാണത്തിന് ലോക പ്രശസ്തമാണ് ബേപ്പൂർ. ഖലാസി എന്ന പേരിലറിയപ്പെട്ടിരുന്ന ബേപ്പൂരിലെ ബോട്ട് നിർമ്മാണ തൊഴിലാളികളുടെ മഹാവൈദഗ്ധ്യം ഇതിന്റെ പിന്നിലെ രഹസ്യമാണ്. ആരാണ് ഖലാസികളെന്നും അവരുടെ കഴിവിനെ സംബന്ധിച്ചും കടലുണ്ടി ട്രെയിൻ അപകടത്തെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോയിൽ ഈ ചാനൽ വിവരിച്ചിട്ടുണ്ട്. ചാലിയാർ, കടലുണ്ടിപ്പുഴ, കടലുണ്ടി ട്രെയിൻ അപകടം എന്നീ വീഡിയോകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രിയ പ്രേക്ഷകർ അതും കൂടി കാണുമെന്ന് കരുതുന്നു. 2 കിലോമീറ്ററോളം കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഇവിടുത്തെ വ്യൂ പോയിന്റ് കൂടിയായ മറീന പുലിമുട്ടിലുള്ള സഞ്ചാരം ടൂറിസ്റ്റുകൾക്ക് പ്രത്യേക അനുഭവമാണ് ഒരുക്കുന്നത്. തുടങ്ങി ബേപ്പൂരിലെ ചരിത്ര പൈതൃക കാഴ്ചകളും പഠനങ്ങളും ഉല്ലാസവും ടൂറിസ്റ്റുകൾക്ക് പകർന്നു നൽകാനായി സംഘടിപ്പിക്കപ്പെടാറുള്ള ബേപ്പൂർ ഫെസ്റ്റിവൽ ഇന്ത്യയിലെ പ്രശസ്ത ജലമേളയായും ബേപ്പൂരിനെ സാഹസിക ജലവിനോദങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായും മാറ്റിയിരിക്കുന്നു. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. സാഹിത്യ കുലപതിയായ മലയാളികളുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീർ അവരാണ് ബേപ്പൂർ സുൽത്താൻ. ആകയാൽ വളർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പ്രധാന ടൂറിസം ലൊക്കേഷനായി മാറിയിരിക്കുന്നു ഇപ്പോൾ ബേപ്പൂർ. ഇങ്ങനെയൊക്കെയാണ് ബേപ്പൂരിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിച്ച് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവരിലേക്ക് അറിയിച്ചും അടുത്ത വീഡിയോ വരെ കാത്തിരിക്കൂ. നന്ദി.